ദിമാഗി നക്സൽ ചോദ്യം ചോദിക്കുന്നവരെ ശത്രുക്കളാക്കുന്ന രാഷ്ട്രീയം. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു വാക്കാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ദിമാഗി നക്സൽ. ആയുധമെടുത്ത നക്സലിസം അവസാനിച്ചുവെന്ന് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ആയുധമെടുക്കാത്ത മറ്റൊരു വിഭാഗം ദിമാഗി നക്സലുകൾ രാജ്യത്തിന് ഭീഷണിയാണെന്നും അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോഴാണ് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം തിരിച്ചടിച്ചത്. ഐ ആം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ. അതായത് പ്രധാനമന്ത്രി ഉപയോഗിച്ച വിശേഷണം തന്നെ തിരിച്ചെടുത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു ചിദംബരം. പക്ഷെ ഇവിടെ യഥാർത്ഥ ചോദ്യം ചിദംബരം ദിമാഗി നക്സൽ ആണോ എന്നതല്ല. ആരാണ് ദിമാഗി നക്സൽ? അതിന്റെ നിർവചനം എന്താണ്? ഒരു രാജ്യത്തിന്റെ സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്ന ഒരാൾ, അഴിമതിയെക്കുറിച്ച് ചോദിക്കുന്ന വിദ്യാർത്ഥി, ജാതി സെൻസസ് ആവശ്യപ്പെടുന്ന ഒരാൾ, സാമൂഹ്യ നീതി ആവശ്യപ്പെടുന്ന ഒരാൾ, സർക്കാർ നയത്തെ വിമർശിക്കുന്ന അധ്യാപകൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മാവോയിസ്റ്റ് സായുധ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന ഒരാൾ, ഇവയെല്ലാം ഒരേ വിഭാഗമായി കാണാൻ കഴിയുമോ? ഇതാണ് ഈ പദപ്രയോഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നക്സലിസം എന്നത് ഇന്ത്യയിൽ വെറുമൊരു രാഷ്ട്രീയ അഭിപ്രായമല്ല. ആയുധമെടുത്ത് സംസ്ഥാനത്തിനെതിരെ പ്രവർത്തിച്ച സായുധ പ്രസ്ഥാനത്തിന് വലിയ ചരിത്രമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്നതും ജനാധിപത്യപരമായ സർക്കാരിനെ വിമർശിക്കുന്നതും രണ്ടും ഒരുപോലെയല്ല. പക്ഷേ ദിമാഗി നക്സൽ എന്നൊരു വിശാലമായ രാഷ്ട്രീയത്തിന്റെ ലേബൽ ഉപയോഗിക്കുമ്പോൾ ഈ വ്യത്യാസം മങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ദിമാഗി നക്സലുകളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, പിന്നീട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിശദീകരിച്ചത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാക്കളെ പൊതുവായി ദിമാഗി നക്സൽ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ്. മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നവർ, ഭരണഘടനയെ നിരസിക്കുന്നവർ, സെപ്പറേറ്റിസ്റ്റ്, അവരെ പിന്തുണയ്ക്കുന്നവർ തുടങ്ങിയവരെയാണ് ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു. ആ മാനദണ്ഡം ആരാണ് തീരുമാനിക്കുന്നത്? ഒരു വിദ്യാർത്ഥി സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധിച്ചാൽ അയാൾ മാവോയിസ്റ്റ് ആണോ? ഒരു യുവാവ് തൊഴിലില്ലായ്മയെ കുറിച്ച് ചോദിച്ചാൽ അയാൾ രാജ്യവിരുദ്ധനാണോ? ഒരു പൗരൻ ഭരണകൂടത്തോട് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെട്ടാൽ അയാൾ സെപ്പറേറ്റിസ്റ്റ് ആണോ? ഒരു മാധ്യമ പ്രവർത്തകൻ സർക്കാരിനെ വിമർശിച്ചാൽ അയാൾ ദിമാഗി നക്സൽ ആണോ? അല്ല. ജനാധിപത്യത്തിൽ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം തന്നെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഇവിടെ മറ്റൊരു അപകടകരമായ രാഷ്ട്രീയ രീതിയുണ്ട്. ആദ്യം ഒരു പ്രതിഷേധക്കാരന് ഒരു ലേബൽ കൊടുക്കുക. അർബൻ നക്സൽ, ആന്തോളൻ ജീവി, തുക്കുടെ തുക്കുടെ ഗ്യാങ്, ഇപ്പോൾ ദിമാഗി നക്സൽ. പിന്നെ ആ വ്യക്തി ഉന്നയിച്ച യഥാർത്ഥ ചോദ്യത്തെക്കുറിച്ച് സംസാരിക്കാതെ അയാളുടെ ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക. ഇതാണ് പ്രശ്നം. കാരണം ഒരാൾ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് സർക്കാർ ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല. സർക്കാരിനെ വിമർശിക്കുന്നതും രാജ്യത്തെ വെറുക്കുന്നതും ഒരേ കാര്യമല്ല. ഗവൺമെന്റ് നോട്ട് ഈസ് ഈക്വൽ ടു നേഷൻ. സർക്കാർ രാജ്യത്തിന്റെ ഭാഗമാണ്, പക്ഷെ രാജ്യം സർക്കാരിനേക്കാൾ വലുതാണ്. ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് ഇന്ത്യ വിമർശിക്കുന്നതല്ല. ഒരു പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യക്കെതിരാകുന്നതല്ല. ഒരു നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് ഭരണഘടനയെ നിരസിക്കുന്നതല്ല. മറിച്ച് ഭരണഘടന തന്നെയാണ് പൗരന് അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള ജനാധിപത്യ ഇടവും നൽകുന്നത്. അതുകൊണ്ട് യഥാർത്ഥ മാവോയിസ്റ്റ് വയലൻസിനെ എതിർക്കേണ്ടത് വേറൊരു കാര്യമാണ്. ആയുധമെടുത്ത് കൊലപാതകം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ തർക്കം ഉണ്ടാകേണ്ടതില്ല. പക്ഷെ ആയുധമെടുത്ത നക്സലിനെയും പേനയെടുത്ത വിമർശകനെയും ഒരേ രാഷ്ട്രീയ ഫ്രെയിമിൽ നിർത്തുന്നത് അപകടകരമാണ്. കാരണം നാളെ ആ ലേബൽ ആരുടെ മേൽ പതിക്കും എന്നതാണ് ചോദ്യം. ഇന്ന് അത് രാഷ്ട്രീയ എതിരാളിയുടെ മേലെയായിരിക്കാം, നാളെ ഒരു വിദ്യാർത്ഥിയുടെ മേൽ, മറ്റന്നാൾ ഒരു അധ്യാപകന്റെ മേൽ, അതിനുശേഷം ഒരു മാധ്യമ പ്രവർത്തകന്റെ മേൽ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ചോദ്യം ചോദിക്കുന്നത് തന്നെ സംശയാസ്പദമാണ് എന്ന അന്തരീക്ഷം ഉണ്ടാകാം. അതാണ് ജനാധിപത്യത്തിന് അപകടം. ഇവിടെയാണ് ചിദംബരത്തിന്റെ പ്രതികരണത്തിന് രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ. അദ്ദേഹം യഥാർത്ഥത്തിൽ നക്സലിസത്തെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ തെളിവായി ഈ വാക്കിനെ കാണേണ്ടതില്ല. മറിച്ച് പ്രധാനമന്ത്രി ഉപയോഗിച്ച രാഷ്ട്രീയ ലേബലിനെ തന്നെ പരിഹസിച്ച് തിരിച്ചു നൽകുന്ന ഒരു രാഷ്ട്രീയ മറുപടിയായാണ് ഇതിനെ വായിക്കേണ്ടത്. മാവോയിസ്റ്റ് വയലൻസ് പിന്തുണയ്ക്കുന്നവൻ ആരാണ്? ഭരണഘടന നിരസിക്കുന്നവൻ ആരാണ്? സെപ്പറേറ്റിസം പിന്തുണയ്ക്കുന്നവൻ ആരാണ്? അത് തെളിയിക്കാൻ എന്താണ് മാനദണ്ഡം? കാരണം എന്നെ വിമർശിക്കുന്നവൻ എന്റെ ശത്രുവാണ് എന്ന രീതിയിലുള്ള രാഷ്ട്രീയത്തിന് ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ടാകരുത്. അവസാനം ഒരു കാര്യം മാത്രം, രാജ്യസ്നേഹത്തിന്റെ ഉടമ സർക്കാർ അല്ല. ഇന്ത്യയെ സ്നേഹിക്കുന്ന അവകാശം ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെയുണ്ട്. ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥിക്കുമുണ്ട്, പ്രതിഷേധിക്കുന്ന തൊഴിലാളിക്കുമുണ്ട്, സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകനുമുണ്ട്, ഭരണകൂടത്തിന്റെ തീരുമാനത്തെ കോടതിയിൽ ചെയ്യുന്ന പൗരനുമുണ്ട്. അതുകൊണ്ട് ഒരു പൗരൻ സർക്കാരിനോട് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇയാൾ രാജ്യദ്രോഹിയാണോ എന്നല്ല, ഇയാൾ ഉന്നയിക്കുന്ന ചോദ്യം ശരിയാണോ എന്നതാണ്. കാരണം ജനാധിപത്യത്തിന്റെ ശക്തി എല്ലാവരും സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിലല്ല, സർക്കാരിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതിലാണ്. അതുകൊണ്ട് യഥാർത്ഥ നക്സലിസത്തിനെതിരെ പോരാടുക, തീർച്ചയായും പോരാടണം. പക്ഷെ നക്സലിസവും ഡിസന്റും തമ്മിലുള്ള അതിർത്തി മായ്ച്ചു കളയരുത്. ഒരു തോക്കെടുത്തവനും ഒരു മൈക്കെടുത്തവനും ഒരുപോലെയല്ല. ഒരു ബോംബെറിഞ്ഞവനും ഒരു ചോദ്യം ചോദിച്ചവനും ഒരുപോലെയല്ല. ഒരു സർക്കാർ വിമർശകനെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് എളുപ്പമാണ്,
പക്ഷെ അയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പരീക്ഷ. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അയാളെ ആന്റി ഇന്ത്യൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, ടെററിസ്റ്റ് എന്ന് മുദ്ര കുത്തുന്നതിന് മുമ്പ്, നക്സൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കാം, അയാൾ ചോദിച്ച ചോദ്യത്തിന് കയ്യിൽ ഉത്തരമുണ്ടോ? അതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ചോദ്യം.